Hey guys, നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വണ്ടി ദ ബ്രാൻഡ് ന്യൂ ബജാജ് പൾസർ RS 200 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിനെ പറ്റിയുള്ള വിശേഷമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഈ ഒരു വണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മാസത്തിൽ കൂടുതൽ. പക്ഷേ ഞാൻ ഇന്നാണ് ഇത് റിവ്യൂ ചെയ്യുന്നത്. കാരണം ഈ വണ്ടി കുറച്ച് ഓണേഴ്സ്, അതായത് ഈ വണ്ടി മേടിച്ച് കുറച്ച് ഓടിച്ചിട്ട് ഉള്ള ആൾക്കാർ ഇതിന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി ഇറങ്ങി ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്ക് പറയാമല്ലോ, അവർക്ക് അവരുടെ സജഷൻസ് പറയാമല്ലോ. സോ അതാണ് നമ്മുടെ വീഡിയോ. സോ ഈ ഒരു വണ്ടി നമുക്ക് തന്നിട്ടുള്ള ഓഫ് കോഴ്സ് നമ്മുടെ ട്രിവാൻഡ്രം ഏഞ്ചിക്കലുള്ള പൈനിയർ ബജാജ് തന്നെയാണ്. സോ ആദ്യം തന്നെ അവർക്കൊരു ഫെയ്ത്ത്ഫുൾ താങ്ക്സ്. ബിക്കോസ് ഞാൻ ചോദിക്കുന്നത് പോലെ അവരെനിക്ക് വണ്ടി തരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, കുറച്ച് കാലം ഇല്ലാതായി, പിന്നെയും തിരിച്ചു വന്നൊരു വണ്ടിയാണ്. അതായത് ബജാജ് കുറച്ച് വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തും, പിന്നെ ഇറങ്ങും, അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന വണ്ടിയാണ് RS 200. സോ ഈ ഒരു വണ്ടീനെ പറ്റിയുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വണ്ടി തന്നെ പുതിയ മാറ്റങ്ങളാണ്. സോ നമുക്ക് ഇതിൽ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ അറിഞ്ഞ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് പേജും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കിയിട്ട് അവിടെ വണ്ടിക്കാര്യം മാത്രം. സോ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബജാജ് പൾസർ RS 200 എന്ന് പറയുന്ന വണ്ടി കേട്ടോ. 200 സെഗ്മെൻറ്റിൽ ഏകദേശം 2 പുലിക്കുട്ടികളാണ് ബജാജ് ഇറക്കിയിട്ടുള്ളത്, RS-ഉം NS-ഉം. സെഗ്മെൻറ്റ് വൈസ് കുറച്ചുകൂടി മാർക്കറ്റ് പിടിച്ചത് NS ആണെങ്കിലും ഒരു ഫെയറിംഗ് ബൈക്ക്, ബജാജിൻ്റെ ആദ്യത്തെ ഫെയറിംഗ് ബൈക്ക്, അല്ലെങ്കിൽ 220ക്ക് ശേഷം ഇറങ്ങിയ ഒരു ഫുൾ ഫെയർഡ് ആയിട്ടുള്ള ഒരു ബൈക്ക്, അതാണ് നമ്മുടെ RS 200 കേട്ടോ. 220 ഒരു ഫെയർഡ് ബൈക്കാണ്, ബട്ട് അതൊരു ഹാഫ്ലി ഫെയർഡാണ്. പക്ഷേ ഈ ഒരു വണ്ടി ഫുൾ ഫെയർഡ് ആയിട്ട് പറഞ്ഞൊരു വണ്ടിയാണ്. അതാണ് ബജാജിൻ്റെ ഈ ഒരു പുലിക്കുട്ടി ബജാജ് RS 200. ഒരുപാട് ഓണേഴ്സ് ഉള്ള വണ്ടിയാണ്, ഒരുപാട് ഫാൻ ബേസ് ഉള്ള വണ്ടികളാണ്. കാരണം ബജാജ് ഇടയ്ക്ക് നിർത്തലാക്കിയിട്ട് പിന്നെയും തിരിച്ചിറക്കിയ ഒരു മുതലാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ബജാജ് RS 200 കേട്ടോ. അപ്പം ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ നമ്മുടെ പഴയ സെഗ്മെൻറ്റ് അപേക്ഷിച്ച് ഇതിലോട്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട്. കാരണം ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LED ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്, നമ്മുടെ മീറ്റർ മാറിയിട്ടുണ്ട്, ബാക്കിലെ ടെയിൽ ലൈറ്റ് മാറിയിട്ടുണ്ട്, അങ്ങനത്തെ പിന്നെ എക്സോസ്റ്റിനോട്ടും കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഫ്രണ്ടിലാണ് ഏറ്റവും വലിയൊരു മാറ്റം. ഫ്രണ്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഹെഡ്ലൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വരുന്ന ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ്. പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വണ്ടി പഴയ ഹെഡ്ലൈറ്റ് തന്നെയാണല്ലോ, എന്താണ് മാറ്റമെന്ന്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാലേ, ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് LED ആണ് കേട്ടോ. പഴയതുപോലെയല്ല, LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടും ഒരു മാറ്റമല്ലേ, ഒരു വലിയ മാറ്റം തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 DRL കൊടുത്തിട്ടുണ്ട്. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, LED DRL ആണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. സോ വണ്ടിയിൽ വരുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് നമ്മുടെ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്. ബാക്കി ഫിയറിങ്ങിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ, കിറ്റിൻ്റെ കാര്യത്തിലൊക്കെ വരുവാണെങ്കിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതേ പഴയ കിറ്റും പഴയ മോഡലും തന്നെയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ മാറ്റിയിട്ടുള്ളത് കേട്ടോ. അതിൽ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ പറയുന്നത് ഹെഡ്ലൈറ്റ്. പിന്നെ വണ്ടിയുടെ ടയർ സൈസിലോട്ട് വരുവാണെങ്കിലും ടയർ വരുമ്പോൾ നമ്മുടെ പഴയ ടയറല്ല, ഫ്രണ്ടിൽ 110ൻ്റെ MRF-ൻ്റെ ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിലോട്ട് വരുമ്പോൾ അത് 140ൻ്റെ ടയറാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ള. MRF-ൻ്റെ സെയിം ടയർ തന്നെയാണ്, ബാക്കിൽ 140, ഫ്രണ്ടിൽ 110 കൊടുത്തിട്ടുള്ളത്. പഴയ ടയർ പോലെയല്ല, ടയർ സൈസ് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ MRF-ൻ്റെ ടയറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ബ്രേക്ക് സിസ്റ്റം ബൈബിയറിൻ്റെ ബ്രേക്ക് സിസ്റ്റം ആയിരുന്നു, ബൈബിയറിൻ്റെ ബ്രേക്ക് സിസ്റ്റം മാറിയിട്ട് ഇപ്പോൾ വണ്ടിയിൽ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിംക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ കൊടുക്കുന്നത് കേട്ടോ. ബൈബിയർ ആയിരുന്നു, ഞാൻ ഡൊമിനർ എടുക്കുന്ന സമയം വരെ ഈ വണ്ടിയിലൊക്കെ ബൈബിയർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് മാറിയിട്ടൊരു ഗ്രിംക എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു ബ്രാൻഡിൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ്. ഈ ഒരു 200cc, അത് 198cc വണ്ടിയാണ് കേട്ടോ ഇത്. 200cc എന്ന് പറയുന്നത് 198 ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഒരു അത്യാവശ്യം പവർ, അത്യാവശ്യമല്ല ഗൈസ്, 200cc മിഡിൽ റേഞ്ച് കിങ് ആണ് കേട്ടോ. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിഡിൽ റേഞ്ച് പീപ്പിൾസിൻ്റെയൊക്കെ ഒരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ പറയാം. ഒരു കാലത്ത് നമ്മുടെ NS ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട് കണ്ണാപ്പി ഉണ്ട് എന്ന്. പക്ഷേ അത് കണ്ണാപ്പി എന്ന് പറയണം വരുന്നത് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 200cc തരണം ആ ഒരു ബജാജ് എന്ന് പറയുന്ന കമ്പനിയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ചുമ്മാ കണ്ണാപ്പി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ ഒരു മിഡിൽ റേഞ്ച്, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ എന്തായാലും അവസാനം പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന ഈ ഒരു വണ്ടി, ഇതായാലും NS ആയാലും ആയിക്കോട്ടെ ശരി തന്നെയാണ്, ഒരുപാട് ഫീച്ചേഴ്സ് തരുന്ന ഒരു വണ്ടിയാണ്. പവറിന് പവർ, മൈലേജ് അത്യാവശ്യമുള്ളൂ, മൈലേജ്, പവറിന് പവർ, ഫെയറിങ് എല്ലാം തരുന്നൊരു വണ്ടിയാണ് നമ്മുടെ ബജാജ് RS 200. സോ ഇതിലടുത്ത് വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലാണ്, നമ്മുടെ മീറ്ററിലാണ് അടുത്ത് വന്നിട്ടുള്ള മാറ്റം. മീറ്ററിൽ ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ് മീറ്ററിൽ വന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ NS 200-നും ഇപ്പോഴത്തെ ഡൊമിനർ 400-നും ഒക്കെ വരുന്ന
അത് 400 ഇറങ്ങുന്നതിന് മുന്നേ ഇതിൽ ഇറങ്ങിയതാണ് കേട്ടോ. ആ സെയിം മീറ്ററാണ്, LED മീറ്ററാണ് ഇപ്പോൾ വരുന്ന ഈ ഒരു ബജാജ് RS 200 മീറ്റർ കേട്ടോ. 199 ഒക്കെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോഡും കാര്യങ്ങളും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ. മോഡ്, പാസ്, ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ മാറിയിട്ടുണ്ട്. ഹോൺ ഇതാണ് സൗണ്ട് കേട്ടോ. അപ്പോൾ ഹോൺ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ പഴയതുപോലെ തന്നെയാണ്. എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, സ്റ്റാർട്ടിങ് സ്വിച്ച് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കീ സെറ്റ് വരുന്നത്. അതുപോലെ നമ്മുടെ ഫിയറിങ്ങിലാണ് നമ്മുടെ മീറ്റർ കൺസോളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട് മോഡ്, സെറ്റ് എല്ലാം വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം കേട്ടോ. ഓഫ് റോഡ് മോഡ്, റെയിൻ മോഡ്, റണ്ണിങ് മോഡ്, അത്രയും മോഡുകളാണ് ഇതിലുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ ഓഫ് റോഡ് മോഡായി, ഇപ്പോൾ റോഡ് മോഡായി, ഇപ്പോൾ റെയിൻ മോഡായി. റെയിൻ മോഡിലിടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻ സമയത്തൊക്കെ റെയിൻ മോഡിലിടുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. അത് മോഡ് നമുക്ക് ഇതിൽ ഈ ഒരു സ്വിച്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മോഡ് മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മോഡിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ന്യൂട്രൽ ലൈറ്റ് വരുന്നുണ്ട്, കൂളഞ്ച് ലൈറ്റ് വരുന്നുണ്ട്, എഞ്ചിൻ ലൈറ്റ് വരുന്നുണ്ട്, ABS ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രൈറ്റ്നസ്, അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് അത്യാവശ്യം കുറച്ചേ കാണിക്കത്തുള്ളൂ. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, RPM മീറ്റർ, ഫ്യൂൽ ഗേജ്, ട്രിപ്പ് വരുന്നുണ്ട്, കിലോമീറ്റർ വരുന്നുണ്ട്, പിന്നെ ഗിയർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, എഞ്ചിൻ ഓൺ ഓഫ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട്. ബ്ലൂടൂത്ത് മീറ്ററാണ്. അതുപോലെ ഇതാണ് നമ്മുടെ മീറ്ററിൽ വരുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ കേട്ടോ. ഇത് ഒരുപാട് വീഡിയോസ് നിങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ RSൻ്റെ മീറ്റർ അപ്ഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മീറ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു മീറ്ററാണ് ഈ ഒരു RSന് വന്നിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഒരു റൈഡറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മീറ്ററാണ്. പിന്നെ ഈ ഒരു RS 200 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റൈഡിങ് ബൈക്ക് അല്ലെങ്കിൽ ഒരു ടൂറിംഗ് ബൈക്ക് അല്ല. ടൂറിംഗ് ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ടൂർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് RS 200 ബൈക്കിൽ ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊരു ടൂറിംഗ് ബൈക്ക് അല്ല കേട്ടോ. ഇതൊരു സ്പോർട്സ് പെർഫോമൻസ്, നല്ല ഫെയറിംഗ് ആയിട്ട് പറഞ്ഞാൽ ഫെയർ ബൈക്കാണ്. സോ ആ ഒരു വണ്ടിയിലും ടൂറിങ് ചെയ്യുന്ന പയ്യന്മാരുണ്ട് കേട്ടോ. അതാണ് ബജാജിന് എന്നും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റ്. സോ ഇനി ഇതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലത്തെ നമ്മുടെ ടെയിൽ ലൈറ്റാണ്. ടെയിൽ ലൈറ്റ് കാണിച്ചു തരാം. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാറ്റമാണ്. മീറ്റർ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ടെയിൽ ലൈറ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ നൈറ്റുള്ള വിഷ്വൽ ഞാനിവിടെ ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടെയിൽ ലൈറ്റ് കണ്ടോ. ഒരു സൈഡിൽ ഒരു DRL പോലെ ടെയിൽ ലൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ വരുമ്പോൾ ഇൻഡിക്കേറ്റർ വരണുണ്ട് കണ്ടോ. പിന്നെ ഹസാർഡ് വരുന്നില്ല, ഇൻഡിക്കേറ്റർ മാത്രമേ വരണുള്ളൂ. ഫോർ ഇൻഡിക്കേറ്റർ ഹസാർഡൊന്നും വരുന്നില്ല. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ. പിന്നെ ബ്രേക്ക് ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. അതുകൊണ്ട് ഇൻഡിക്കേറ്ററിന് വലിയൊരു എഫക്റ്റ് ഉണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. നൈറ്റൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാതെ നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ RSൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. USB 4 അല്ല, നമ്മുടെ പഴയ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് RSൽ വരുന്നത്. അതും നമുക്ക് ഫ്യൂച്ചറിൽ ഇത് മാറി നമുക്ക് USB 4 ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ USB 4 ഭാവിയിൽ ബജാജ് കൊണ്ടുവരുമായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനുള്ള, പക്ഷേ വണ്ടിയുടെ മാർക്കറ്റ് നമ്മുടെ റൈഡേഴ്സൊക്കെ ഈ ഒരു വണ്ടി എടുത്ത് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ട് ബജാജ് USB 4 ഭാവിയിൽ നമ്മുടെ ഈ ഒരു RS 200 ഇൻക്രിമെൻറ്റ് ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്. കാരണം ബജാജ് അല്ലടാ കൊണ്ടുവരും. പിന്നെ ഇതിലേക്കുള്ള ഏറ്റവും വലിയൊരു മാറ്റം, ദിസ് ബൈക്ക് ഈസ് ഡ്യുവൽ ചാനൽ ABS നൗ. ഡ്യുവൽ ചാനൽ ABS മാത്രമല്ല, സ്ലിപ്പർ ക്ലച്ച് ഉൾപ്പെടെ വരുന്നൊരു വണ്ടിയാണ്. അതായത് ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ്. സിംഗിൾ ചാനൽ ABS ആയിരുന്നു ഈ ഒരു വണ്ടി. ഇപ്പോൾ വരുന്നത് ഡ്യുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചിലാണ് ഈ ഒരു വണ്ടി വരുന്നത് കേട്ടോ. അത് ഏതൊരു റൈഡർ മനസ്സിലാക്കിയിട്ടിരിക്കേണ്ട ആദ്യത്തെ കാര്യമാണ്. ആക്ച്വലി ഇത് ഞാൻ ആദ്യം പറയാനുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു കാര്യം പറയുന്നു. സോറി ഗൈസ്. അപ്പോൾ ഈ ഒരു മാറ്റം ആണ് ഈ ഒരു ബജാജിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം. ഈ ഒരു മാറ്റമാണ് കേട്ടോ. നമ്മുടെ ബജാജ് RS 200 ഇപ്പോൾ സിംഗിൾ ചാനൽ ABS അല്ല, ഡ്യുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നൊരു വണ്ടിയാണ്. സോ ഇതാണ് ഈ വണ്ടിനെ പറ്റിയിട്ടുള്ളൊരു റിവ്യൂ, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്നുള്ളൊട്ടുള്ള അഭിപ്രായം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കാം അല്ലേ. ഫ്യൂൽ ഇഗ്നിഷനൊക്കെ ഓൾറെഡി ഓണാണ്. എക്സോസ്റ്റ് നോട്ട് കൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാനായിട്ട് പറ്റിയ. അതുപോലെ തന്നെയാണ് ഗൈസ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ബജാജ് RS 200 ഇപ്പോൾ പുതിയൊരു എക്സോസ്റ്റ് നോട്ടോടെയാണ് വണ്ടി ഇറങ്ങണം. അപ്പോൾ പിന്നെ മാൻകൊമ്പ് മിറർ, ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മാൻകൊമ്പ് മിറർ അത് ഈ ഒരു വണ്ടിയിൽ പഴയതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ബജാജ് RS 200 പറ്റിയുള്ള റിവ്യൂ. സോ നമ്മുടെ ഈ ചാനൽ കണ്ടിട്ട് റിവ്യൂ കണ്ടിട്ട് ഒരുപാട് പേര് വണ്ടി എടുക്കാനായിട്ട് നമ്മുടെ പൈനർ ബജാജിൽ കോൺടാക്ട് ചെയ്ത് നിറഞ്ഞു. ഒരുപാട് സന്തോഷം. വണ്ടി എടുക്കാനായിട്ട് അല്ലെങ്കിൽ എൻക്വയറിക്കെങ്കിലും നിങ്ങൾ വിളിച്ചല്ലോ, അതിൽ ഒരുപാട് സന്തോഷം. സോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബജാജ് RS 200. സോ ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ ഒന്നും കൂടി എളുപ്പമായിട്ട് പറഞ്ഞുതരാം. ഫ്രണ്ടിലത്തെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് LED ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പുതിയ മീറ്റർ അപ്ഡേഷൻ ബ്ലൂടൂത്ത് മീറ്ററാണ്. ബാക്കിൽ വരുന്ന ടെയിൽ ലൈറ്റ്, നമ്മുടെ
ഡ്യുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ച്. ഇതാണ് വണ്ടികളിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങൾ. സോ ഗൈസ് ഇത്രയുള്ള നമ്മൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡെയിലി ഒബ്സർവേഷൻ ഡെയിലി കണ്ടന്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. സോ ബൈ ബൈ.